നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണം. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മളെ കയ്യിൽ കുറേ നമ്പറുകൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മളെ കയ്യിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഒരു എക്സാമ്പിളാണ്. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ നമ്പറും ഇതിൻ്റെ അരിത്തമെറ്റിക് മീനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നോക്കും. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ 6 ആണെന്ന് വിചാരിക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു, 6. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഡാറ്റാസും 6ൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നോക്കും. ഓരോ ഡാറ്റാസും 6ൽ നിന്നുള്ള ഡീവിയേഷൻ നോട്ട് ചെയ്യും, ഓരോ ഡാറ്റാസും. എന്നിട്ട് ആ ഡീവിയേഷൻസിന് ഒരു ആവറേജ് ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് 2ഉം 6ഉം തമ്മിലുള്ള ഡീവിയേഷൻ 4 ആണ്. 4ഉം 6ഉം തമ്മിലുള്ള ഡീവിയേഷൻ 2 ആണ്. 6ഉം 6ഉം തമ്മിലുള്ള ഡീവിയേഷൻ 0 ആണ്. 8ഉം 6ഉം തമ്മിലുള്ള ഡീവിയേഷൻ 2 ആണ്. 10ഉം 6ഉം തമ്മിലുള്ള ഡീവിയേഷൻ 4 ആണ്. ഇത് ഡീവിയേഷൻസ് ആണ്. ഈ ഡീവിയേഷൻസിന് ഒരു ആവറേജ് ഉണ്ടാവുമല്ലോ, ഇല്ലേ? ഇതിൻ്റെ ആവറേജ് കാണാൻ പറ്റും. അതാണ് മീൻ ഡീവിയേഷൻ, ആവറേജ് ഓഫ് ഡീവിയേഷൻസ്. ഡീവിയേഷൻസിന് ഒരു ആവറേജ് വാല്യൂ ഉണ്ടാവും. അതാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് കുറേ നമ്പറുകൾ തന്നിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മീൻ കണ്ടുപിടിക്കണം. എബൌട്ടിന് ശേഷം വരുന്ന ആൾ മീനാണ് അല്ലേ. കുറേ ഡാറ്റാസ് തന്നിട്ട് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണാൻ പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മീൻ കാണാം. കുറേ നമ്പറിൻ്റെ മീൻ കാണാൻ നമുക്കറിയാം. അതെല്ലാവരും കൂടിയും ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്താൽ മതി. അത് ഞാൻ ഫോർമുല തരാം ഇവിടെ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിൻ്റെ എല്ലാം ആവറേജ് വാല്യൂ കാണാം. എന്നിട്ട് ഓരോ ഡാറ്റാസും ഈ മീനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. 2, 6 തമ്മിൽ 4, ഡിഫറൻസ് എടുക്കാം. നെഗറ്റീവ് സൈൻ എഴുതില്ല. അപ്പോൾ ഓരോ ഡാറ്റാസും മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ് എല്ലാം നോട്ട് ചെയ്യുക. ആ ഡീവിയേഷൻസിന് ഉണ്ടാവും ഒരു ആവറേജ് വാല്യൂ. അതാണ് മീൻ ഡീവിയേഷൻ, ആവറേജ് ഓഫ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞുതരാം. ഫോർമുല ബൈ ഹാർട്ട് ആക്കിയാൽ മതി. ഫോർമുല വന്ന കാര്യം അറിയണ്ട. ഇപ്പം എന്താണെന്ന് മനസ്സിലായല്ലോ മീൻ ഡീവിയേഷൻ. അപ്പോൾ 2 ടൈപ്പാണുള്ളത്. ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, വേറൊന്ന് ഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഡാറ്റാസുകളെല്ലാം ഇങ്ങനെ കോമിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് കുറേ ഡാറ്റാസുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? x1, x2, x3, x4 അങ്ങനെ xn ഡാറ്റാസുകൾ നമുക്ക് ഇങ്ങനെ കോമിട്ട് തരും. ഇതിനെ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മീനാണ് കാണേണ്ടത്. മീൻ അതായത് എക്സ് ബാർ കാണണം. പഠിച്ചിട്ടുണ്ടല്ലോ എക്സ് ബാർ കാണണമെങ്കിൽ ഈ പറയുന്ന നമ്പറിൻ്റെ എല്ലാവരും കൂടിയും ആവറേജ് അഥവാ എക്സ് ബാർ കാണണമെങ്കിൽ മീൻ എന്നും പറയും. മീൻ കാണണമെങ്കിൽ ഇതെല്ലാവരും കൂടിയും ആഡ് ചെയ്യുക. സിഗ്മ xi ബൈ n ചെയ്യുക അല്ല, എല്ലാം ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാർ കിട്ടും. അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണാൻ പറഞ്ഞാൽ ആ എബൌട്ടിന് ശേഷം വരുന്ന ആളെ ആദ്യം കണ്ടുപിടിക്കുക. എബൌട്ട് മീനാണ്, മീൻ കണ്ടു. എന്നിട്ട് മീൻ ഡീവിയേഷൻ എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ ഈ എക്സാമ്പിളിൽ നിന്ന്. അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീനിൻ്റെ ഫോർമുല എഴുതാൻ പോവാണ്, പ്രൂഫില്ലാതെ. മീൻ ഡീവിയേഷൻ്റെ ഷോർട്ട് ഫോം MD എന്നാണ്. മീൻ ഡീവിയേഷൻ്റെ ഷോർട്ട് ഫോം MD എന്നാണ്. എബൌട്ട് മീൻ എന്ന് കാണിക്കാനായിട്ട് ബ്രാക്കറ്റിൽ എക്സ് ബാർ ഇട്ടാൽ മതി. ഇതിൻ്റെ അർത്ഥം എന്താണ്? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. ഇത് കാണാനുള്ള ഫോർമുല ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ബൈ ഹാർട്ടാക്കിയാൽ മതി. സിഗ്മ മോഡുലസ് xi മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ n. ബൈ ഹാർട്ടാക്കി വെക്കുക. ഫോർമുല എങ്ങനെ വന്നു എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. എന്താണ് ഇത് മീൻ ഡീവിയേഷൻ എന്നുള്ളത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എക്സ് ബാർ ആയിരിക്കണം. എക്സ് ബാർ കണ്ടിട്ടാണ് നമ്മൾ മീൻ ഡീവിയേഷൻ കാണാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഓക്കെ,
ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റ നമുക്ക് നോക്കാം. എന്താണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? ഈ ഡാറ്റാസുകളെല്ലാം ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിടും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കുറേ ഡാറ്റാസുകളുണ്ട്. 10, 15, 10, 10, 10, 14, 15, 14, 15, 15, 16, 16. അങ്ങനെ കുറേ ഡാറ്റാസുകളുണ്ട്. അതിൽ തന്നെ കുറേ റിപ്പീറ്റേഷൻസ് വന്നു. അപ്പോൾ ഇങ്ങനെ കുറേ എഴുതാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്കപ്പോൾ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞ ഡാറ്റ എത്ര തവണ വന്നിട്ടുണ്ട്? 10 എന്ന് പറഞ്ഞ ഡാറ്റ XI എന്ന് പറഞ്ഞൊരു കോളം എഴുതുന്നു. ഒരു ഇൻട്രൊഡക്ഷനാണ്. 10 എന്ന് പറഞ്ഞ ഡാറ്റ എത്ര തവണ വന്നിട്ടുണ്ട്? 1, 2, 3, 4. ഇപ്പോൾ 10 എന്ന് പറഞ്ഞ ഡാറ്റ 4 തവണ വന്നിട്ടുണ്ട്. അതായത് 10ൻ്റെ ഫ്രീക്വൻസി 4 ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 14, ഞാൻ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ സാധാരണ എഴുതാറ്. 14 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 14 എന്ന് പറഞ്ഞ ഡാറ്റയുടെ ഫ്രീക്വൻസി 2 ആണ്. പിന്നെ 15 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? 14 2 പ്രാവശ്യം, 15 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 16 2 ടൈംസ്. അപ്പോൾ ഇങ്ങനെ കുറേ ഡാറ്റാസുകൾ ഇങ്ങനെ കുറേ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതേപോലെ ഗ്രൂപ്പ് ചെയ്ത് എഴുതാറാണ് പതിവ്. അപ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു ടേബിളായിരിക്കും തരാം. ഡാറ്റാസ് തരും, അതിൻ്റെ ഫ്രീക്വൻസിയും തരും. അപ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലായില്ല? ഇങ്ങനെയാണ് ഡാറ്റ ഉദ്ദേശിച്ചത്. ഇതിനെ സിംപ്ലിഫൈഡ് ഫോമിൽ നമുക്ക് തരും ടേബിളായിട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ മീനാണ് കാണേണ്ടത്. എബൌട്ടിന് ശേഷം വരുന്ന ആളാരാ? മീനാണ്. അപ്പോൾ അത് ആദ്യം കാണാം. അപ്പോൾ ഞാൻ ഫോർമുല എഴുതാം. ഇപ്പോൾ ഇവിടെ ഡാറ്റാസുകൾ എങ്ങനെ തരണേന്ന് അറിയാമല്ലോ? XI FI ഒരു ടേബിളായിട്ടായിരിക്കും ഇവിടെ തരാം. X1 എന്ന് പറഞ്ഞ ഡാറ്റ F1 ടൈംസ് റിപ്പീറ്റ് ചെയ്തു, X2 F2 ടൈംസ് റിപ്പീറ്റ് ചെയ്തു, X3 F3 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി XN FN ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു ടേബിളായിട്ടാണ് തരാം ഗ്രൂപ്പ്ഡ് ഡാറ്റ. നമുക്ക് എന്താ കാണേണ്ടത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ അല്ലേ? അപ്പോൾ ആദ്യം തന്നെ കാണേണ്ടത് എന്താണെന്ന് അറിയാമോ? ആദ്യം തന്നെ കാണേണ്ടത് X ബാർ ആണ്. ഈ 2 ഫോർമുല പഠിച്ചെങ്കിൽ ഇവിടെ വരുന്ന 2 ഫോർമുല ഞാൻ എങ്ങനെ എഴുതണമെന്നുള്ളൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. സിഗ്മ FI XI ബ്രാക്കറ്റ് ഇടാം. സിഗ്മ FI അതായത് ക്യാപിറ്റൽ ലെറ്റർ എന്ന് എഴുതിയാൽ മതി. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സം ഓഫ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എന്ന് എഴുതുന്നത് കേട്ടോ. നമ്പർ ഓഫ് ഫ്രീക്വൻസി, ഈ എല്ലാ ഫ്രീക്വൻസികളും ആഡ് ചെയ്യുക, അതാണ് ക്യാപിറ്റൽ ലെറ്റർ N. അതായത് നമ്മൾ ഈ ഡാറ്റാസുകളെല്ലാം കോമിറ്റ് എഴുതി കഴിഞ്ഞാൽ, ഈ കാണിക്കുന്ന ഡാറ്റാസുകളെല്ലാം കോമിറ്റ് എഴുതി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ N ടേംസുകൾ ഉണ്ടാവും. മനസ്സിലായല്ലോ? X1 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 F1 ടൈംസ് എഴുതി, അതുപോലെ X2 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 എന്ന് എഴുതി. അങ്ങനെ എല്ലാം ഇങ്ങനെ കോമിറ്റ് എഴുതി കഴിഞ്ഞാൽ ദർ വിൽ ബി ക്യാപിറ്റൽ ലെറ്റർ N നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറഞ്ഞാൽ സിഗ്മ F ആണ്. അപ്പോൾ X ബാർ കാണാനുള്ള ഫോർമുല ഒന്ന് മോഡിഫൈ ചെയ്യുക. സിഗ്മ FI XI ബൈ ക്യാപിറ്റൽ ലെറ്റർ N ആണ്. അത് ബൈ ഹാർട്ടാക്കുക. പിന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിൻ്റെ ഫോർമുല അതും ബൈ ഹാർട്ടാക്കുക. സിഗ്മ FI ഇൻറ്റു XI മൈനസ് X ബാർ. ഇതെല്ലാം സിഗ്മയ്ക്ക് ഉള്ളിലാണ് കേട്ടോ. നമ്മളങ്ങനെ ബ്രാക്കറ്റ് അങ്ങനെ ഇടാറില്ല. സിഗ്മയ്ക്ക് ശേഷം വരുന്ന ആൾക്കാർ മുഴുവനും ഒരു ബ്രാക്കറ്റ് ഉണ്ട്, സിഗ്മയ്ക്ക് ഉള്ളിലാണ് ഇവരെല്ലാവരും. ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ N. അപ്പോൾ ഫ്രീക്വൻസി തരികയാണെങ്കിൽ ഈ ഫോർമുല വേണം യൂസ് ചെയ്യാനായിട്ട്. ആദ്യത്തെ ഫോർമുല പഠിച്ച രണ്ടാമത്തെ ഫോർമുല നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത്രയും 2 ചേഞ്ചസ് നോട്ട് ചെയ്താൽ മതി. ഫ്രീക്വൻസി ഇല്ലാത്ത ഫ്രീക്വൻസി ഉള്ള സമയത്ത് പഴയ ഫോർമുലയിൽ സിഗ്മ കഴിഞ്ഞ ഉടനെ ഒരു FI എഴുതി ചേർക്കണം. സിഗ്മ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു FI ചേർക്കണം. എവിടെ സിഗ്മ ഉണ്ടോ സിഗ്മ കഴിഞ്ഞ ഉടനെ ഒരു F വേണം. അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഫോർമുല എഴുതിയപ്പോൾ
ഇവിടെ സിഗ്മയ്ക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു എഫ് ഐ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിഗ്മ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എഫ് എഴുതി ചേർക്കുക. സ്മോൾ ലെറ്റർ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ തന്നെ ആക്കുക. ആ രണ്ട് ചേഞ്ചസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ മീൻ ഡീവിയേഷൻ്റെ ഫോർമുലയിലും സിഗ്മ വന്നിട്ടുള്ളത് കൊണ്ട് സിഗ്മ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എഫ് ഇൻസേർട്ട് ചെയ്യുക. ബാക്കിയുള്ളത് അതേപോലെ എഴുതുക. സ്മോൾ ലെറ്റർ എൻ റീപ്ലേസ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ. രണ്ട് ചേഞ്ചസ്. ഒന്ന് സിഗ്മ കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു എഫ് വരും. സ്മോൾ ലെറ്റർ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ എന്നും ആക്കാം. ഈ ഇത്രയും ബോക്സിനകത്തിരിക്കുന്ന ഫോർമുലാസ് ബൈ ഹാർട്ട് ആക്കണം. ഓക്കെ.